ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റാറില്ല. കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ദുരന്തത്തെ പറ്റി. ഗുഡ് ഈവനിംഗ് വേണം പറയാൻ. അതെ അതെ, പക്ഷെ ഞാനും ഡോക്ടർ സജിമോനും തമ്മിലുള്ള ഒരു ഡീൽ ഇങ്ങനെയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഞങ്ങൾ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞാ തുടങ്ങുന്നത്. ഡോക്ടർ സജിമോൻ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ ചരിത്ര നിമിഷമാണ്. നമ്മളൊക്കെ ഇത് നേരിട്ട് കാണുന്നു എന്നതാണ് ഈ നിമിഷത്തിന്റെ ഏറ്റവും പ്രത്യേകത. സുനിത വില്യംസിനെ സംബന്ധിച്ചോ നാസയെ സംബന്ധിച്ചോ ഇതൊരു പുതുമയൊന്നുമല്ല. അവർക്ക് ഇത്തരം ദൗത്യങ്ങളും മടങ്ങി വരവും ഒക്കെ വളരെ നോർമലായ കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരാശങ്കയ്ക്കും ഇടമില്ലാത്ത വിധം പിഴവില്ലാതെ വളരെ കൃത്യമായി എല്ലാം നടന്നിരിക്കുന്നു. അമേരിക്ക ആഘോഷത്തിലാണ്, ഞങ്ങൾ ഇന്ത്യയിലും എല്ലാവരും ആഘോഷത്തിലാണ്. തീർച്ചയായും ശ്രീജ, വിണ്ണിലും മണ്ണിലും ഒരേപോലെ തിളങ്ങി സുനിത വില്യംസും അതോടൊപ്പം ബുച്ച് വിൽമോറും സംഘവും 4 പേരടങ്ങുന്ന ടീം ഡോൾഫിന്റെ അകമ്പടിയോടുകൂടി തെളിഞ്ഞ ആകാശത്തില്, നീല ആകാശത്തില്, കടലും വളരെ ശാന്തമായിരുന്നു. വന്നിറങ്ങിയിട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഒരു സ്റ്റീവൻ സ്പീൽബർഗിന്റെ ഒരു ഹോളിവുഡ് മൂവി കാണുന്ന അതേ രീതിയിൽ ശ്രീജ പറഞ്ഞു പോണെങ്കിൽ തന്നെ അണുവിട മാറാതെ, ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ. ഇവിടുത്തെ ടൈം ഫ്രെയിമിൽ പറയുവാണെങ്കിൽ 5:57 PM ഈസ്റ്റേൺ ടൈമാണ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞത്. അതേ സമയത്ത് തന്നെ വളരെ തെളിഞ്ഞ നീലാകാശത്തില്, തെളിഞ്ഞ അന്തരീക്ഷത്തില്, കടലിലും ഒരു കോളിളക്കവും ഇല്ലായിരുന്നു. നമ്മൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ടൊർണാഡോസിന്റെ കാര്യവും കൊടുക്കാറ്റിന്റെ കാര്യവും ഒക്കെ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വളരെ ശാന്തമായ അന്തരീക്ഷത്തില് വളരെ രാജകീയ വെൽക്കമോടുകൂടി വെൽക്കം സുനിത, വെൽക്കം ബുച്ച് വിൽമോർ എന്നുള്ള ഒരു വിളിയോട് കൂടി അവര് കൈവീശി ഇറങ്ങി എന്നുള്ളത് വളരെ അത്യന്തധികം സന്തോഷജനകമാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, അതോടൊപ്പം ഒരു സ്ലോവേനിയൻ ഒറിജിൻ കൂടി ഉണ്ട് ഇവിടെ. കാരണം സുനിത വില്യം ഫാദർ ഇന്ത്യക്കാരനാണെങ്കിലും മദർ സ്ലോവേനിയൻ അമേരിക്കൻസ് ആണ്. അപ്പം ഈ 3 രാജ്യങ്ങളും ലോകമാകമാനമുള്ള എല്ലാവരോടും ഒപ്പം സന്തോഷം പങ്കുവെക്കുന്ന ഈ നിമിഷമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീധൻ നേരത്തെ പറഞ്ഞു പോണെങ്കിൽ തന്നെ ഈ 5:57 ഈ പേടകം ക്യാപ്സ്യൂൾ ഇവിടെ ഫ്ലാഷ് ചെയ്ത് അതിനുശേഷം റിക്കവറി ക്രൂ അവർ റിക്കവർ ചെയ്ത് ഷിപ്പിലേക്ക് കയറ്റി ആസ് എ പ്രോട്ടോകോൾ അല്ലെ പ്രൊസീജിയർ ആയിട്ടുണ്ട്. ഒരു നോർമൽ പ്രോട്ടോകോൾ ആണ് സ്ട്രക്ചറിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതിന്റെ അർത്ഥം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്ന് അങ്ങനെയല്ല. അതാണ് ഒരു നോർമൽ പ്രോട്ടോകോൾ ആണ്. അപ്പൊ ആ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് അവരെ റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോയി സാധാരണ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മെഡിക്കൽ ചെക്കപ്പ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അറിയാൻ കഴിയുന്നത് ഇന്ന് രാത്രി തന്നെ അവരെ കുടുംബാംഗങ്ങളെ കാണാനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇതൊരു ചരിത്ര നിമിഷമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ആകാശവും ഭൂമിയും എത്രമാത്രം അടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. സയൻസ് എന്തുമാത്രം പുരോഗമിച്ചു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. നമ്മുടെയൊക്കെ കോൺഫിഡൻസ്, ഓരോരുത്തരുടെയും കോൺഫിഡൻസ്, നമ്മുടെ പിള്ളേരുടെയും വിദ്യാർത്ഥികളുടെയും അവരുടെയൊക്കെ കോൺഫിഡൻസ് നോക്കി കഴിയുമ്പോൾ അവർക്കൊക്കെ നമുക്കൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഉണ്ടായത്. പണ്ടൊക്കെ നമ്മൾ 70 80 അല്ലെ 2000 ഇത്രയും ശാസ്ത്രം വികസിച്ചില്ലായിരുന്നു. ആ സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ലൈവ് ഇരുന്ന് കാണാനുള്ള ഒരു ചാൻസ് നമ്മൾക്കൊന്നും കിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കാരണം എവറി സെക്കൻഡ് നമ്മൾ അവിടെ കണ്ടു. ഒരു മൂവി കാണുന്ന പോണക്ക് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ സ്റ്റേജും കണ്ട് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു മിനി ഗവേഷകരായി അല്ലെ ഒരു മിനി ശാസ്ത്രജ്ഞന്മാരായി എന്ന് പറയാൻ പറ്റും. കാരണം അതുപോലെയുള്ള നോളജുകൾ നമ്മൾക്ക് ഈ ഒരു കുറെ അവേഴ്സ് കൊണ്ട് നമുക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമേരിക്കയിൽ ഇതൊരു വളരെ മെയിൻ ന്യൂസ് ആണ്. വളരെയധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലും സന്തോഷജനകമായിട്ടുള്ള ഒരേ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതിൽ വളരെയധികം അത്യധികം സന്തോഷവാനാണ് ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ എടുത്തു പറയണം തോന്നുന്നു. അതായത് ബഹിരാകാശ മേഖലയിൽ ഇനി പകരം വെക്കാനില്ലാത്ത ഒരു പേരായി ഇലോൺ മസ്കും സ്പേസ് എക്സും മാറുകയാണ്. ബോയിങ് എന്ന് പറയുന്നത് ഇനി ബോയിങ്ങിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒരു തിരിച്ചുവരവ്. അവരുടെ ബഹിരാകാശ മേഖലയിൽ അവരുടെ സാധ്യതകൾ മങ്ങിയിരിക്കുന്നു, ആകാശം മങ്ങിയിരിക്കുന്നു അവരെ സംബന്ധിച്ച്. പക്ഷേ ഉദിച്ചുയരുന്ന സൂര്യനായി ഇലോൺ മസ്ക് മാറുകയാണ് അല്ലേ? തീർച്ചയായും ശ്രീജ. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ നാസ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പൊ നാസയും പ്രൈവറ്റ് സെക്ടറും ഒരു കൊളാബറേഷന്, അതായത് പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും ഒരുമിച്ച് എത്രയധികം സക്സസ്ഫുള്ളി പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദാത്ത ഉദാഹരണം കൂടിയാണ് ഇത്. കാരണം ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് സ്റ്റാർലൈൻ ആണ്, അല്ലെങ്കിൽ ബോയിങ് സ്റ്റാർലൈൻ ആണ് എങ്കിൽ തിരിച്ചു വരുന്നത് നാസയും സ്പേസ് എക്സ് കൂടെ ഒരു കൊളാബറേഷനിലാണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ആശാജനകമാണ് ഒന്ന്. അതോടൊപ്പം 2012 ശേഷം
ഉള്ള ഈ 2012 തൊട്ട് 2020 വരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ചില ഫെയിലിയറുകൾക്ക് ശേഷമുള്ളത്. ആ 2020 ശേഷം ടോട്ടലി ഈ ഒരു സ്പേസ് എക്സിന്റെ കടന്നുവരവോട് കൂടി ഇവിടെ മൊത്തം ആകമാനം ഈ ഒരു സയൻസിൽ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വളരെ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു പുരോഗതിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇനിയും സക്സസ്ഫുള്ളി ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വേറൊരു കാര്യമാണ് എനിക്ക് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സുനിത വില്യമും ബുച്ച് മോറും ഇവിടെ നിന്ന് പോയത് ഏകദേശം ഒരാഴ്ചത്തേക്കാണ്, എന്നാൽ മടങ്ങി വരുന്നത് 286 ദിവസത്തിന് ശേഷമാണ്. അപ്പൊ അത്രയും ദിവസം എക്സ്റ്റെൻഡ് ആയിട്ടും അവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ നമ്മൾക്ക് ഭൂമിയിലിരിക്കുന്ന ആൾക്കാർക്ക് ആശങ്കയുണ്ട് എങ്കിൽ പോലും എനിക്കറിയാൻ കഴിഞ്ഞത് സുനിത വില്യം ഒക്കെ നിരന്തരം ഇവിടെ ആയിട്ട് കോൺടാക്ട് ആയിരുന്നു. ഈവൻ അവിടെ ഇരുന്ന് സ്പേസ് സെന്ററിൽ ഇന്റർനാഷണൽ സ്പേസ് അവിടെ ഇരുന്ന് പോലും വോട്ട് ചെയ്തു എന്ന് പോലും ആണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുമാത്രം ഈ ശാസ്ത്രം വികസിച്ചു മുന്നോട്ട് പോയി എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു രാഷ്ട്രീയമായി നമ്മൾ ഈ സമയത്ത് രാഷ്ട്രീയം പറയാമോ എന്നറിയില്ല, പക്ഷേ രാഷ്ട്രീയം എല്ലാറ്റിലും ഇഴചേർന്ന് കിടക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇത് ട്രംപിന്റെ ഒരു വലിയ ആഘോഷം തുടങ്ങുകയായിരിക്കും ഈ ഒരു സമയത്ത്. കാരണം ഇതിനെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ നോക്കിയിട്ടുള്ള ഒരാൾ ഡൊണാൾഡ് ട്രംപ് ആണ്. ആ നിലയ്ക്ക് നോക്കിയാൽ അമേരിക്കയിൽ ഇന്ന് തൊട്ട് സുനിത വില്യംസ് സുരക്ഷിതയായി തിരിച്ചെത്തിയപ്പോൾ തൊട്ട് ഇനി ഈ വിഷയം മറ്റൊരു രീതിയിൽ രാഷ്ട്രീയമായി കൂടി ഉപയോഗപ്പെടുത്തപ്പെടും. തീർച്ചയായിട്ടും ശ്രീജ, ട്രംപ് ഇതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ യെസ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിലും സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള ഒരു രീതിയിലുള്ള ടോണിലൊക്കെ 1-2 പ്രസംഗങ്ങളിലൊക്കെ സംസാരിച്ചായിരുന്നു. അതിനകത്ത് എന്തുമാത്രം വാസ്തവികതയുണ്ടത് എന്നുള്ളത് ശാസ്ത്രം അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇത് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഒരു ഡയറക്റ്റ് അധീനതയിലുള്ള ഒരു ഗവേഷണം അല്ലെങ്കിൽ ഒരു ദൗത്യമല്ല ഇത്. അപ്പൊ ഇതിൻ്റെതായ ഒരു ഇൻഡിപെൻഡൻസി ഉണ്ട്. നാസയ്ക്ക് ഗവൺമെന്റിന്റെ ആണെങ്കിൽ പോലും നാസയ്ക്ക് ഒരു ഇൻഡിപെൻഡൻസി ഉണ്ട്, സ്പേസ് എക്സിനും അതിൻ്റെതായ ഒരു ഇൻഡിപെൻഡൻസി ഉണ്ട്. എന്നാൽ ട്രംപിന്റെ ഭരണകാലമാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ സംഭവം നടന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മാസം പെൻഡിങ് ആയതിനു ശേഷം 2 ആഴ്ചയ്ക്ക് പകരം അല്ലെ ഒരാഴ്ചയ്ക്ക് പകരം 286 ദിവസത്തിന് ശേഷം തിരിച്ചു വരിക എന്ന് പറയുന്നതിന്റെ ആ ഒരു ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന കക്ഷി എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എക്സൽ നോട്ട് കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോറിൻ സെക്രട്ടറി അതുപോലെ തന്നെ മറ്റു സെക്രട്ടറിമാരുടെ എക്സൽ നോട്ടുകൾ അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ നോട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ അതിന്റെ ഓൾറെഡി ക്ലെയിം എടുത്തു കഴിഞ്ഞു. നമുക്ക് തിരിച്ച് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഏത് ഭരണകക്ഷി ആണെങ്കിലും അവർ അതിന്റെ ക്രെഡിറ്റ് എടുത്തില്ലെങ്കിൽ അവർ പൊട്ടന്മാരാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും. താങ്ക് യു ഡോക്ടർ സജിമോൻ ആന്റണി. എന്തായാലും അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒക്കെ ഒരൊറ്റ ആകാശമേ ഉള്ളൂ എന്ന് തെളിയുന്ന ഒരു ദിവസമാണിന്ന്. അവിടെ വൈകുന്നേരവും ഇവിടെ രാവിലെയുമാണെങ്കിലും സന്തോഷത്തിന് ഒരൊറ്റ അന്തരീക്ഷമേ ഉള്ളൂ. അത് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ആ സംഘം തിരിച്ചെത്തി അവർ സുരക്ഷിതരായി തിരിച്ചെത്തുമ്പോൾ സന്തോഷത്തിന്റെ അന്തരീക്ഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.